ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ പ്രപഞ്ചത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ വചനം വെളിച്ചം വീശിക്കൊണ്ട് പറയുകയാണ്, ഉൽപ്പത്തി 1:3 വെളിച്ചമുണ്ടാകട്ടെ എന്ന്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല മനസ്സുകളുടെയും അവസ്ഥ ഇതാണ്. രൂപരഹിതമായിരിക്കുന്ന അവസ്ഥ, ശൂന്യമായിരിക്കുന്ന അവസ്ഥ, അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന അവസ്ഥ. എന്നാൽ ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഉൽപ്പത്തി 1:3 സംഭവിക്കാൻ പോവുകയാണ്. വെളിച്ചം കടന്നു വരാൻ പോവുകയാണ്. എന്താണ് രൂപരഹിതമായിരിക്കുന്ന അവസ്ഥ? എന്താണ് ശൂന്യമായിരിക്കുന്ന അവസ്ഥ? എന്താണ് അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന അവസ്ഥ? ഒന്നിനെ കുറിച്ചും മുന്നോട്ട് നോക്കി കഴിയുമ്പോൾ ഒരു ലക്ഷ്യവും കാണാൻ പറ്റാത്ത അവസ്ഥ, ജീവിതത്തിന് ഉത്തരം കാണാത്ത അവസ്ഥ, എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനകൾക്കൊന്നും മറുപടി കിട്ടാത്ത അവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം വെളിച്ചം വീശുകയാണ്. വെളിച്ചം കടന്നു വരാൻ പോവുകയാണ്. ഈ ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. എത്ര കാലമാണ് മനുഷ്യൻ ജീവിക്കാൻ പോകുന്നത്? എന്നാൽ ഈ ലോകത്തിന് അപ്പുറമുള്ള ഒരു ജീവിതമുണ്ട്. ഈ ജീവിതത്തെയാണ് നിത്യതയിലുള്ള ജീവിതം എന്ന് വിളിക്കുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് ചിന്തിച്ചുവെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നിത്യജീവനെ കുറിച്ച് ചിന്തിച്ചുവെങ്കിൽ മാത്രമേ പാപം ചെയ്യാതെ ആ മനുഷ്യൻ ജീവിക്കുകയുള്ളൂ. ഈ ലോകത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട് എന്നും അത് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട സ്ഥലമാണെന്നും എത്തിച്ചേരേണ്ട സ്ഥലമാണ് എന്നും ഒരു വ്യക്തി ചിന്തിക്കുമ്പോഴാണ് ആ വ്യക്തി പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുക. ഞാനും നിങ്ങളുമെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഇതിന് അപ്പുറം ഒരു ജീവിതമുണ്ട്. കൂടി വന്നാൽ ഈ ലോകത്തിൽ ജീവിക്കാൻ പോകുന്ന എത്ര കാലം? 100 വയസ്സ് വരെ ജീവിച്ചാൽ 36,500 ദിവസം ജീവിക്കാൻ പോകുന്നത്. 36,500 എന്താ ഉള്ളത്? 36,500 വരെ എണ്ണി തീർക്കാൻ നമുക്ക് അധിക സമയമൊന്നും വേണ്ട. 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ കൊണ്ട് നമ്മൾ എണ്ണി തീർക്കാം. ഇപ്പോൾ പല വ്യക്തികളുടെയും അവസ്ഥ എന്താ? ചിന്തിക്കുന്നുണ്ട്, എനിക്ക് വയസ്സ് 50 ഹാഫ് സെഞ്ചുറി കഴിഞ്ഞു. ചില വ്യക്തികൾ 75 ഇതാ കഴിഞ്ഞിരിക്കുന്നു. ചില വ്യക്തികൾ 80. കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അമ്മാമ്മയ്ക്ക് വയസ്സ് ഇപ്പോൾ 85 CC അടയ്ക്കാറായി എന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, ഏതു നിമിഷം വേണമെങ്കിലും ഞാനും നിങ്ങളുമെല്ലാം ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടവരാ. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ളത് എന്താ? ഈ ലോകത്തിൽ ഞാൻ വെട്ടിപ്പിടിച്ചോ നേടിയെടുത്തോ സ്വന്തമാക്കിയതോ ഒന്നും ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നില്ല. മദർ തെരേസ മരിച്ചു കഴിഞ്ഞപ്പോൾ മദർ തെരേസയുടെ കോൺവെന്റിന്റെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ച്, മദർ തെരേസ 9:30 PM കർത്താവിന്റെ ഭവനത്തിലേക്ക് യാത്രയായി. ഇതുപോലെ തന്നെ അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തെ മുഴുവൻ തന്റെ കൈക്കുമ്പിളിൽ ഒതുക്കിയ ചക്രവർത്തിയായിരുന്നു. ഈ അലക്സാണ്ടർ ചക്രവർത്തി വയസ്സ് 33 ആയിട്ടുള്ളൂ. ഒരു ദിവസം രോഗങ്ങളൊക്കെയായി. പല ഡോക്ടർമാരും അദ്ദേഹത്തെ വന്ന് ചികിത്സിച്ചു. അവസാനം അദ്ദേഹത്തിന്റെ മന്ത്രി വന്ന് ഈ ചക്രവർത്തിയുടെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. മഹാനായ ചക്രവർത്തി, വേദനയോടുകൂടി ഒരു കാര്യം പറയാനുണ്ട്. അങ്ങ് മരിക്കാൻ പോയി. ഈ സമയത്ത് ലോകം മുഴുവൻ തന്റെ കൈക്കുമ്പിൾ ഒതുക്കിയ ചക്രവർത്തി പൊട്ടിച്ചിരിച്ചു എന്നാ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അലക്സാണ്ടറിന്റെ മരണമില്ല, അലക്സാണ്ടർ മരിക്കുകയില്ല. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മന്ത്രി വീണ്ടും അദ്ദേഹത്തിന്റെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ ഡോക്ടർമാരും ഒന്നടങ്കം പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തി അങ്ങ് മരിക്കാറായി എന്നാണ്. ഈ സമയത്ത് ഈ അലക്സാണ്ടർ ചക്രവർത്തി ഒരു കുഞ്ഞു കുട്ടിയെ പോലെ വാവിട്ട് കരഞ്ഞു. എനിക്ക് മരിച്ചു കഴിയുമ്പോൾ 2 ആഗ്രഹങ്ങളുണ്ട്, അവ നിറവേറ്റി തരണം. ഒന്നാമത്തെ എൻ്റെ ആഗ്രഹം എന്താ? ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഒന്നാമത്തെ ആഗ്രഹം എൻ്റെ 2 കൈകളും ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് ഇടണം. എന്തിനു വേണ്ടിയിട്ടാ ഈ ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് ഇടണമെന്ന്? ഈ ലോകം മുഴുവൻ പറയും അലക്സാണ്ടർ ചക്രവർത്തി
എല്ലാം വെട്ടിപ്പിടിച്ചു, എല്ലാം നേടിയെടുത്തു. എന്നാൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ഈ ജനം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നേടിയെടുത്ത് വെട്ടിപ്പിടിച്ച് നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ ജോലി, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നും കൊണ്ടുപോകുന്നില്ല. എനിക്ക് കൊണ്ടുപോകാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു ആത്മാവുണ്ട്. ഇതല്ലാതെ ഒന്നും ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നില്ല. ഞാൻ വെട്ടിപ്പിടിച്ചും നേടിയെടുത്തും സ്വന്തമാക്കിയതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് ഒരു ആത്മാവുണ്ട്. ഈ നിമിഷം ഞാനൊന്ന് മരിച്ചോട്ടെ, എൻ്റെ ആത്മാവിനെ നോക്കി തമ്പുരാൻ കർത്താവ് എന്തെന്നായിരിക്കും പറയുക? കൊള്ളാമെന്നാണോ തള്ളാമെന്നാണോ എൻ്റെ ആത്മാവിനെ നോക്കി തമ്പുരാൻ കർത്താവ് പറയുക? ഇങ്ങനെയാണ് മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയം കാണിച്ചു കൊടുത്തു. ഈശോ പറഞ്ഞത് ഇങ്ങനെയാ: മോളെ, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയമാണ്. മനുഷ്യർ ചെയ്യുന്ന കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും എൻ്റെ ഹൃദയത്തെ ഒരുപാട് കുത്തി കുത്തി നോയിപ്പിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ ചെയ്യുന്ന ഓരോ പാപങ്ങളും എൻ്റെ ഈശോയെ ഒരുപാട് വേദനിപ്പിക്കുന്ന. ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ആ ധനികനായ മനുഷ്യൻ ജീവിക്കുന്ന നിങ്ങളുടെ ഈ നാട്ടിലാണെന്ന് വിചാരിക്കും. ഈ ധനികനായ മനുഷ്യൻ, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി പാർത്തു, ഒരുപാട് സ്ഥലം വാങ്ങി, അതിനുശേഷം അവിടെ എല്ലാം വലിയ കൃഷി ചെയ്തു. റബ്ബർ വെച്ചു, തെങ്ങ് വെച്ചു, ഏലം വെച്ചു, എന്തൊക്കെ കൃഷി ചെയ്യാം അതൊക്കെ അദ്ദേഹം അവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഒന്നും നശിപ്പിച്ചു കളഞ്ഞിട്ടില്ല. മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി അദ്ദേഹം സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. വലിയ വീടുണ്ട്, ഒരുപാട് സ്വർണ്ണമുണ്ട്, ഒരുപാട് വലിയ കാറുണ്ട്. മക്കളെയൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു. മക്കൾക്കൊക്കെ ഓരോ വീടും വെച്ച് അദ്ദേഹം കൊടുത്തിരിക്കുക. ഇങ്ങനെ ഈ കഠിനാധ്വാനിയായ മനുഷ്യൻ, തലമുറകൾക്ക് വേണ്ടി കരുതി വെച്ച മനുഷ്യൻ, കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യൻ, ഈ മനുഷ്യൻ നോക്കിയിട്ട് നമ്മൾ എന്താ പറയുക? നമ്മൾ പറയും അദ്ദേഹത്തെ നോക്കി ഭാഗ്യവാൻ എന്ന്. എന്നാൽ യേശു ഈ ധനികനായ മനുഷ്യനെ എന്തെന്നാ വിളിച്ചേ? യേശു വിളിച്ചു ഭോഷൻ എന്ന്. നാട്ടുകാര് ഒരുപക്ഷെ എന്നെ കുറിച്ച് പറയും, ഓക്കെ, അവൻ മിടുക്കനാ, കഴിവുള്ളവനാ, തൻ്റെ ഇടമുള്ളവനാ. പക്ഷേ ദൈവം എന്നെ എന്തെന്നായിരിക്കും വിളിക്കാന്നറിയോ? ഭോഷ എന്നായിരിക്കും. നമുക്ക് ആര് തരുന്ന മാർക്കാ പ്രധാനപ്പെട്ടത്? തമ്പുരാൻ കർത്താവ് തരുന്ന മാർക്കോ, അതോ നാട്ടുകാരും വീട്ടുകാരും തരുന്ന മാർക്കോ? യേശു എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മാർക്കിടുന്നതെന്നറിയോ? ആ വ്യക്തിയുടെ ആക്ഷൻ നോക്കിയിട്ടല്ല യേശു മാർക്ക് തരുന്ന, മറിച്ച് അവന്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ടാ. വചനം അതുകൊണ്ട് ഇങ്ങനെ പറയുന്ന, സ്ത്രീയെ ആസക്തിയോടുകൂടെ നോക്കിയ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു. ഒരു പുരുഷന് വേണമെങ്കിൽ ഒരു സ്ത്രീയെ വ്യഭിചാരം ചെയ്യാം. അജ്ഞാത കാമുകന്മാരെയും കാമുകികളും എല്ലാം ഹൃദയത്തിലൂടെ കടത്തിവിടാം. ഒരു കോടതിയും ശിക്ഷിക്കാൻ പോകുന്നില്ല, കാരണം ഹൃദയത്തിലാ പാപം ചെയ്ത്. എന്നാൽ യേശു പറയുകയാണ്, ദാ നീ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. നിന്റെ മനോഭാവമാ യേശു നോക്കുന്ന, നിന്റെ ആക്ഷൻ അല്ല. സ്ത്രീയെ ആസക്തിയോടുകൂടെ നോക്കിയാൽ നീ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, യേശു എൻ്റെ മനോഭാവങ്ങൾ ഓരോന്നോരോന്നും അവിടുന്ന് കാണുന്നുണ്ട്. നിനക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിലൊക്കെ മറഞ്ഞിരിക്കാൻ സാധിക്കും. നിന്റെ ഉള്ള് ബാക്കിയുള്ള മുമ്പിൽ തുറന്നു വെക്കാതിരിക്കാൻ പറ്റും. ഒരുപാട് നിനക്ക് പറ്റിക്കാൻ പറ്റും. എന്നാൽ നിന്റെ തമ്പുരാൻ കർത്താവിനെ നിനക്ക് ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല. നിന്റെ ഹൃദയത്തിന്റെ ഭാവം കർത്താവ് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണേണ്ടത് തിരുവചനത്തിൽ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ പിശാചുബാധനായ മനുഷ്യനെ കുറിച്ച് പറയുക. ഈ പിശാചുബാധന്റെ സ്വഭാവങ്ങൾ നമ്മൾ കാണണം. ചില വ്യക്തികൾ ഓർക്കണം, എനിക്ക് ഈ സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്ന്. പിശാചുബാധന്റെ ഒന്നാമത്തെ സ്വഭാവം കാണാൻ സാധിക്കും, അവൻ നഗ്നനായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ അർത്ഥം?
ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ നഗ്നത കൊണ്ടുപോയി നടക്കുന്ന അവസ്ഥ. ആരെ നോക്കിക്കഴിഞ്ഞാലും നഗ്നത, പുരുഷൻ നോക്കിയാലും നഗ്നത, സ്ത്രീയെ നോക്കിയാലും നഗ്നത. എപ്പോഴും മ്ലേച്ഛമായ ചിന്തകൾ, മ്ലേച്ഛമായ വിചാരങ്ങൾ, ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തി തിരിച്ചറിഞ്ഞു ഈ വ്യക്തിക്ക് പിശാചുബാന്റെ സ്വഭാവം, അവൻ നഗ്നനായിരുന്നു എന്നുള്ളതാ. ചില വ്യക്തികളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഇതുപോലത്തെ ഒരവസ്ഥ. കണ്ണടച്ചാൽ നഗ്നത, കണ്ണു തുറന്നാൽ നഗ്നത. ഇതാ ഇന്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ മ്ലേച്ഛം സൈറ്റിലേക്ക് പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തികളൊക്കെ കാണിക്കുന്നു പിശാചുബാന്റെ സ്വഭാവം. ആ വ്യക്തിയുടെ പേരെന്താ? ലഗ്യോൻ. പിശാചുബാന്റെ രണ്ടാമത്തെ സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. അവൻ വസിച്ചിരുന്നത് ശവക്കല്ലറയുടെ ഇടയിലായിരുന്നു എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? നമുക്കൊക്കെ മനോഹരമായ ഭവനങ്ങളുണ്ട്. എന്നാൽ ഈ പിശാചുബാധേനോ അവൻ ശവക്കല്ലറയുടെ ഇടയിലായിരുന്നു. ഇതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളെയെല്ലാം ഹൃദയത്തിൽ ശവക്കല്ലറുണ്ടാക്കി കുഴിച്ചു മൂടിയിരിക്കുന്ന അവസ്ഥ. പല വ്യക്തികൾക്കും ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാത്ത അവസ്ഥ. ഓർത്തോ, ഏതെല്ലാം വ്യക്തികൾക്ക് നീ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാതിരിക്കുന്നു, നിന്റെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവുമായി നീ ജീവിക്കുന്നുണ്ടോ, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കില്ല. ഈ വെറുപ്പും വിദ്വേഷവുമായി ജീവിക്കുന്ന വ്യക്തികളൊക്കെ തിരിച്ചറിഞ്ഞു, നീ എത്ര ദൈവത്തിന്റെ സന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിച്ചാലും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം തിരുവചനം, ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് പലരും അശുദ്ധരായിട്ടുണ്ട്. ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് ഈ ദൈവകൃപ, ഈ ഗ്രേസ്. ഇതെല്ലാ വ്യക്തിയിലേക്കും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ദൈവകൃപ ഒഴുകിക്കൊണ്ടിരിക്കുക. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ദൈവകൃപ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്നിലേക്ക് ദൈവകൃപ ഒഴുകുന്നതിന് ബ്ലോക്കായിട്ടുള്ള കാര്യം എന്താ? അവിടെ വചനം പറയുകയാണ്, വിദ്വേഷത്തിന്റെ വേരുകൾ വളർന്ന്. ഏതെങ്കിലും ഹൃദയത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പ് വിദ്വേഷം ഉണ്ടോ, ആ വ്യക്തി എത്ര കാര്യങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാലും, എത്ര പള്ളിയിൽ പോയി കഴിഞ്ഞാലും ആ വ്യക്തിയുടെ പ്രാർത്ഥന തമ്പുരാൻ കർത്താവ് കേൾക്കില്ല. ചില വ്യക്തികൾക്കുണ്ട് വസ്തു സംബന്ധമായ മേഖലയിൽ ക്ഷമിക്കാനുള്ളവർ. ഇതാ ചേട്ടനനിയന്മാർ തമ്മിൽ വഴക്ക്, അയൽക്കാർ തമ്മിലുള്ള വഴക്ക്, ആ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ചില വ്യക്തികൾക്ക് ക്ഷമിക്കാനുള്ള മേഖലയാണ്. മരിച്ചുപോയവരോട് വീട്ടില് ഇതാ അമ്മായിമ്മയുടെ രൂപം കിടക്കുന്നു, അല്ലെങ്കിൽ പടം കിടക്കുന്നു, ഫോട്ടോ കിടക്കുന്നു, ഇത് കാണുമ്പോൾ ആകെ അസ്വസ്ഥതയാണ്. പക്ഷെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. അമ്മായിമ്മ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു, ഇപ്പോഴും മനസ്സിൻ്റെ അകത്ത് ആ വെറുപ്പും വിദ്വേഷവും, അന്ന് എന്നോട് അങ്ങനെ ചെയ്തില്ലേ. ഈ വ്യക്തി എത്ര പ്രാർത്ഥിച്ചാലും ആ വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കില്ല. ചില വ്യക്തികൾക്ക് ക്ഷമിക്കേണ്ട മേഖലയാ ചിലർ പറഞ്ഞ വാക്കുകൾ. നാളുകൾ എത്രയോ കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു വന്നപ്പോ അന്ന് അമ്മായിമ്മ പറഞ്ഞത്, നാത്തൂൻ പറഞ്ഞത്, 25 വർഷം കഴിഞ്ഞിട്ടും അതിന് ജൂബിലി കഴിഞ്ഞിട്ടും ഇപ്പോഴും മനസ്സിൻ്റെ അകത്ത് അന്ന് പറഞ്ഞ ആ വാക്ക് ഒരു കനലായി കിടക്കുന്നുണ്ട്. ഈ വ്യക്തി തിരിച്ചറിഞ്ഞു, ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്, പക്ഷെ പ്രാർത്ഥന തമ്പുരാൻ കേൾക്കുന്നില്ല. ഇതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് തങ്ങളുടെ വിശുദ്ധിയുടെ പൂന്തോട്ടങ്ങൾ നശിപ്പിച്ചവരോട്, കുടുംബജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയവരോട് ക്ഷമിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിഞ്ഞു, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. കള്ളക്കേസ് പ്രതിയാക്കപ്പെട്ടവർ, അല്ലെങ്കിൽ നീ സമ്പാദിച്ച പണം അന്യായമായി കൈവശപ്പെടുത്തിയവർ, സാമ്പത്തികമായ മേഖലയിൽ ക്ഷമിക്കാനുള്ളവരുണ്ട്. ഓർത്തോ, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ ഹൃദയത്തിൽ എത്ര കാലം ഈ വെറുപ്പും വിദ്വേഷമായി ജീവിക്കുന്നുവോ, നീ എത്ര കരമുയർത്തി പ്രാർത്ഥിച്ചാലും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കില്ല എന്നുള്ളതാണ്. പിശാചുബാന്റെ സ്വഭാവം തിരുവചനത്തെ കാണുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വസിച്ചിരുന്നത് ശവക്കല്ലറുടെ ഇടയിലായിരുന്നു. മൂന്നാമതായി ലഗ്യോനെ കുറിച്ച് പറയാൻ സാധിക്കും, അവനെ ഒതുക്കി നിർത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത്. ചില വ്യക്തികളുടെ അവസ്ഥയെ ആർക്കും ഒതുക്കി നിർത്താൻ പറ്റാത്ത സ്വഭാവം ചില കുടുംബത്തിലുണ്ട്. ചില കുടുംബനാഥന്മാര്
എൻ്റെ പണം, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവ് ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ചീട്ട് കളിക്കും, പെണ്ണ് പിടിക്കും, വെള്ളടിക്കും, എന്ത് ഞാൻ ചെയ്യും? ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ഇത് പിശാചുബാധന്റെ സ്വഭാവമാണ്. അവനെ ആർക്കും ഒതുക്കി നിർത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത്. ഇന്ന് എനിക്കതുപോലത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൂട്ടുന്ന ആരുടെ സ്വഭാവ? ഈ ലഗ്യോന്റെ സ്വഭാവം. ചില കുടുംബത്തിൽ ചില കുടുംബനാഥന്മാരുണ്ട് ഇതുപോലത്തെ അവസ്ഥയിലുള്ളവർ, ആർക്കും ഒതുക്കി നിർത്താൻ സാധിക്കാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ? പിശാചുബാധന്റെ സ്വഭാവം കാണിക്കുന്നത്. നാലാമത് പിശാചുബാധനെ കുറിച്ച് പറയുകയാണ്, അവൻ സ്വയം കുത്തി കുത്തി മുറിവേൽപ്പിച്ചിരുന്നു എന്ന്. നമുക്കാരെങ്കിലും നമ്മുടെ ശരീരത്തെ കുത്തി മുറിവേൽപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാവും? നമുക്കാർക്കും ആ സ്വഭാവം ഇല്ല. എന്നാൽ തിരിച്ചറിഞ്ഞു, പിശാചുബാധന് ആ സ്വഭാവം ഉണ്ടായിരുന്നു. പിശാചുബാധൻ എന്താ ചെയ്ത്? വചനം പറയുകയാണ്, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് വസിക്കുന്നുവെന്നും നീ തിരിച്ചറിയുവിൻ. ഈ ദൈവത്തിന്റെ ആലയമായ നിന്റെ ശരീരത്തെ, ഈശോ വസിക്കുന്ന സക്രാരിയായ നിന്റെ ശരീരത്തെ ഏതെങ്കിലും രീതിയിലുള്ള ദുർവൃത്തിക്ക് നീ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ പിശാചുബാധന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഇതാ വ്യഭിചാര, ദുർബോധം, സ്വയംഭോഗം, സ്വവർഗഭോഗം, ബ്ലൂ ഫീലിംഗ് കാണുന്ന സ്വഭാവം, ഇന്റർനെറ്റിലൂടെ മോശം സൈറ്റിലേക്ക് പോകുന്ന അവസ്ഥ, മദ്യപാനം, ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കുന്ന അവസ്ഥ, ഏതെങ്കിലും രീതിയിൽ നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന പ്രവണതകൾ ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു, ഞാൻ കാണിക്കുന്ന പിശാചുബാധന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഇന്ന് പല കുടുംബങ്ങളുടെയും തായ്വേര് തന്നെ തകർന്നതിന്റെ പിന്നിൽ കാണാൻ സാധിക്കും. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് 3 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എന്തെങ്കിലും, എൻ്റെ ജോലി, എൻ്റെ കാറ്, എൻ്റെ വീട്, എന്തെങ്കിലും പാപത്തിന്റെ മാർഗത്തിലൂടെ നേടിയതാണ്. യൂദാസ് പാപത്തിന്റെ മാർഗത്തിലൂടെ നേടി 30 വെള്ളിക്കാശ്. അതവനെ സംബന്ധിച്ചിടത്തോളം 1 മുഴം കയറ് മേടിക്കാൻ തികഞ്ഞുള്ളൂ. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ആഹാബ് രാജാവും ഇസ്മായേൽ രാജ്ഞിയും കൂടി അന്യായമായി കൈവശപ്പെടുത്തി. വചനം പറയുകയാണ്, പട്ടി അവിടെ രക്തം നാക്കി കുടിച്ചുവെന്ന്. അതുകൊണ്ട് തന്നെ നിനക്ക് അർഹതയില്ലാത്ത എന്തെങ്കിലും നിന്റെ കയ്യിൽ നീ കൊണ്ടുപോയി നടക്കുന്നുണ്ടോ? നീ ജോലി നേടിയെടുത്തത് കൈക്കൂലി കൊടുത്തും കൈക്കൂലി വാങ്ങിയിട്ടും ഒക്കെ ആണെങ്കിൽ തിരിച്ചറിഞ്ഞോ, അർഹതപ്പെട്ട വ്യക്തിയുടെ കണ്ണീര് വീണ ചോറാണ് നീ ഉണ്ടോണ്ടിരിക്കുന്നത്. നിന്റെ അർഹതപ്പെട്ടതല്ല. പരിഹാരം ചെയ്യാൻ തയ്യാറാവണം. നിനക്ക് അർഹതപ്പെട്ടതല്ല. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, നീ കാരണം ഏതെങ്കിലും ആത്മാവ് നശിക്കാനിടയായിട്ടുണ്ടോ? നിന്റെ സംസാരം വഴി, നിന്റെ നോട്ടം വഴി, നിന്റെ വസ്ത്രധാരണം വഴി ഏതെങ്കിലും വ്യക്തികൾ നശിക്കാനിടയായിട്ടുണ്ടോ? വേല് തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. ദാവീദ് സംരക്ഷണം കൊടുക്കേണ്ടവനായിരുന്നു ഊറിയായുടെ ഭാര്യ ബേർശബയ്ക്ക്. എന്നാൽ വേല് തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. നിന്റെ കുടുംബത്തിൽ ഒരു ആഘോഷം നടക്കുക. ഈ ആഘോഷവേളയിൽ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന എത്ര 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 പേരെ നീ മദ്യം വിളമ്പിക്കൊടുത്ത് എത്ര ആത്മാക്കളെ നശിപ്പിച്ചത്. ഇതിന് ആര് പരിഹാരം ചെയ്യാം? എന്നിട്ട് നീ മണവറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബം എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? അതുകൊണ്ട് തന്നെ തിരിച്ചറിയുക, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിൽ ഈ പാപത്തിന്റെ കെട്ടുകളുണ്ടെങ്കിൽ ഒരു കുംഭസ്ഥാനത്തിന് വേണ്ടി ഒരുങ്ങണം. മൂന്നാമതായി നമ്മളോട് ചോദിക്കുകയാണ്, ഇന്ന് നിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന എന്തെങ്കിലും സ്വകാര്യ സന്തോഷങ്ങളെ നീ താലോലിക്കുന്നുണ്ടോ? ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്, ചില രഹസ്യ പാപങ്ങൾ, ചില ബന്ധങ്ങൾ, നിന്റെ ഹൃദയത്തിൽ നീ താലോലിക്കുന്ന ചില ഭാഗങ്ങൾ. എന്നാൽ തിരിച്ചറിഞ്ഞു, കർത്താവിന്റെ കണ്ണിൽ നിന്ന് അതൊന്നും മറയ്ക്കാൻ സാധിക്കില്ല. നീ എത്ര വലിയവനാണെങ്കിലും കർത്താവിന്റെ കണ്ണിൽ നിന്ന് മറയ്ക്കാൻ പറ്റില്ല. ഒരുപക്ഷേ ബാക്കിയുള്ളവരുടെ കണ്ണിലൊക്കെ നിനക്ക് പൊടിയിടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നീ തീരുമാനം എടുക്കണം. ഈ ലോകത്തിൽ നിന്ന് പോകേണ്ട വ്യക്തിയാ.
ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ളത് എൻ്റെ ആത്മാവ് മാത്രമാണ്. ഈ ആത്മാവിനെ വിശുദ്ധിയോടുകൂടെ കൊണ്ടുപോയി നടക്കണം. ഏതെങ്കിലും ഒരു പാപത്തിൻ്റെ കണിക എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് വിട്ടുപേക്ഷിക്കാൻ തയ്യാറാവണം. തഴക്ക ദോഷങ്ങൾ, തഴക്ക പാപത്തിൻ്റെ ബന്ധനങ്ങൾ എന്നിൽ നീങ്ങിപ്പോകണം. ഇന്ന് ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ടി ഈശോ നിന്നെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെ ഹൃദയങ്ങളെ നീ ഈ സമയം സ്പർശിക്കണമേ. ആഴമായ അനുതാപം, പാപബോധം, പശ്ചാത്താപം ഈ മക്കൾക്ക് അവിടുന്ന് കൊടുക്കണമേ. ഈ ജീവിതങ്ങളെ നീ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഈ ലോകത്തിനപ്പുറമുള്ള നിത്യജീവൻ ലക്ഷ്യമാക്കി ഓടുവാൻ, പ്രയാണം ചെയ്യുവാൻ നീ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ പരിശുദ്ധാമേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് തുണയായി, സങ്കേതമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. വിശുദ്ധ ചാവറ പിതാവേ, വിശുദ്ധ അൽഫോൻസാമേ, വിശുദ്ധ യൂപ്രാസ്യമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേൻ.